വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ DNA ടെസ്റ്റ് കഴിയുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും ഓക്കെ ആകുമല്ലോ, അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാമെന്നൊക്കെ രാഘവൻ നായരോട് ശാലിനി പറയുന്നുണ്ട്. തുടർന്ന് അച്ഛൻ കഴിച്ചതാണോ എന്ന് ശാലിനി തിരക്കുകയാണ്. അന്നേരം അതേന്ന് രാഘവൻ നായർ പറയുമ്പോൾ വിഷ്ണുവിനെ നോക്കിയിട്ട് ശാലിനി അങ്ങ് മുകളിലേക്ക് കയറി പോകുന്നു. ഇതേസമയം റൂമിലെത്തിയ സുസ്മിത ആൻറ്റിക്ക് അവളോട് സ്നേഹം കൂടിയാൽ കുഴപ്പമാണല്ലോ, അത് മുളയിലേ നുള്ളണം, എന്താ ഒരു വഴിയെന്നും പറഞ്ഞ് ആലോചിച്ചിട്ട് അലമാരി തുറന്ന് ശാലിനിയുടെ ബാഗ് എടുക്കുന്നുണ്ട്. ഇതല്ലേ അവളുടെ ബാഗെന്നും പറഞ്ഞ് ആ ബാഗെടുത്ത് കട്ടിലേക്ക് വെച്ചിട്ട് അതിലെ ഓരോ സാധനങ്ങളും സുസ്മിത അങ്ങ് വലിച്ചെറിയുകയാണ്. സാരിയും ചുരിദാറും ഒക്കെ വലിച്ച് താഴേക്ക് എറിഞ്ഞിട്ട് അതിൽ ചവിട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട് ദേഷ്യത്തോടു കൂടി. പക്ഷെ അന്നേരം ഇതെല്ലാം വാതിൽക്കൽ നിന്ന് ശാലിനി കാണുന്നുണ്ട്. തുടർന്ന് അകത്തേക്ക് വരുന്ന ശാലിനി എൻ്റെ ബാഗിനോടും ഡ്രസ്സിനോടുമൊക്കെ നിനക്കെന്താ പെട്ടെന്നൊരു പ്രേമമെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ആൻറ്റിക്ക് നിന്നോടൊരു സോഫ്റ്റ് കോർണർ ഇല്ലേ, അത് ഞാൻ തകർത്ത് തരാം, അത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്നൊക്കെ സുസ്മിത പറയുന്നുണ്ട്. അന്നേരം സംഭവം മനസ്സിലാകാതെ ശാലിനി ചോദിക്കുകയാണ്, അല്ല സോഫ്റ്റ് കോർണറും സാരിയും ഈ ഡ്രസ്സും ഒക്കെ തമ്മിൽ എന്താ ബന്ധമെന്ന്. അന്നേരം സുസ്മിത പറയുകയാണ്, വളരെ ഭംഗിയായി വൃത്തിയായി കിടന്ന ഈ മുറി നീ ആയിട്ട് അലങ്കോലമാക്കി വച്ചിരിക്കുകയല്ലേ എന്ന്. അന്നേരം ഞാനല്ലല്ലോ അത് ചെയ്തത്, നീയല്ലേ ഇതൊക്കെ ഇങ്ങനെ വാരി വലിച്ചിട്ടതെന്ന് ശാലിനി ചോദിക്കുന്നുണ്ട്. അന്നേരം അത് നമുക്ക് രണ്ടുപേർക്ക് മാത്രമല്ലേ അറിയൂ, പക്ഷെ ആൻറ്റിയോട് നീയാണ് ഇതൊക്കെ ചെയ്തതെന്ന് ഞാൻ പറയും, ഞാൻ പറയുന്നതേ വിശ്വസിക്കൂന്ന് സുസ്മിത ശാലിനിയോട് പറയുകയാണ്. ഇനി ഇതിൻ്റെ അനന്തരഫലം എന്താണെന്ന് ശാലിനി ചോദിക്കുന്നുണ്ട്. അന്നേരം എത്രയും പെട്ടെന്ന് ഞാൻ പോയി ആൻറ്റിയെ വിളിച്ചുകൊണ്ട് വരും, എന്നിട്ട് ആൻറ്റിക്ക് ഇതൊക്കെ കാണിച്ചു കൊടുക്കുമെന്നും പറഞ്ഞ് സുസ്മിത പോകാൻ തുടങ്ങുന്നുണ്ട്. അന്നേരം സുസ്മിതയുടെ കയ്യിൽ പിടിച്ചു നിർത്തുകയാണ് ശാലിനി. നീ ഒന്ന് നിന്നേ, നിനക്ക് ഞാനൊരു ഷോർട്ട് ഫിലിം കാണിച്ചു തരാമെന്ന്. അന്നേരം അതൊന്നും എനിക്ക് കാണണ്ട, ഞാൻ പോവുകയാണെന്നും പറഞ്ഞ് സുസ്മിത പോകാൻ തുടങ്ങുന്നുണ്ട്. അന്നേരം ശാലിനി പറയുകയാണ്, നീ താഴെ എത്തുന്നതിന് മുമ്പ് നീ ഇത് കണ്ടില്ലെങ്കിൽ ഈ ഷോർട്ട് ഫിലിം സത്യാമ്മയുടെ മൊബൈലിലെത്തുമെന്ന്. ഈ വീഡിയോ സത്യാമ്മ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നീ പറയുന്നതൊന്നും സത്യാമ്മ വിശ്വസിക്കില്ല. നീ നായികയായ ഷോർട്ട് ഫിലിം നീയല്ലേ ആദ്യം കാണുന്നത് നല്ലത് എന്ന് ശാലിനി ചോദിക്കുകയാണ്. അന്നേരം സുസ്മിതയ്ക്ക് ഞാൻ നായികയായ ഷോർട്ട് ഫിലിമോ എന്നും പറഞ്ഞ് ഒന്ന് ആലോചിച്ച് നിൽക്കുന്നുണ്ട്. അന്നേരം അതേടിയെന്നും പറഞ്ഞ് മൊബൈലിൽ വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ് ശാലിനി. എന്നാൽ തൊട്ട് മുന്നേ ശാലിനി വാതിൽക്കൽ നിന്ന് സുസ്മിത ഓരോ ഡ്രസ്സൊക്കെ വലിച്ചെറിയുന്നത് മൊബൈലും കറക്കിയാണ് നിന്നിരുന്നത്. അന്നേരം ശാലിനി അത് മൊബൈലിൽ പകർത്തിയിരുന്നു. തുടർന്ന് സുസ്മിത ഡ്രസ്സൊക്കെ എടുത്തെറിയുന്ന വീഡിയോസ് സുസ്മിതയ്ക്ക് തന്നെ ശാലിനി കാണിച്ചു കൊടുക്കുകയാണ്. അന്നേരം അത് കണ്ടങ്ങ് ആകെ ഞെട്ടി സുസ്മിത നിൽക്കുന്നു. വീണ്ടും തൻ്റെ പ്ലാൻ ശരിയായില്ല എന്നറിഞ്ഞ് ശാലിനിന്ന് നീട്ടി വിളിക്കുകയാണ് സുസ്മിത. അന്നേരം നീ തന്നെ ചെല്ല്, സത്യാമ്മയുടെ എൻ്റെ കള്ളക്കളി പറഞ്ഞു കൊടുക്ക്, അല്ലെങ്കിൽ ഞാൻ തന്നെ പറഞ്ഞു കൊടുക്കാമെന്നും പറഞ്ഞ് ശാലിനി പോകാൻ തുടങ്ങുന്നുണ്ട്. അന്നേരം വീണ്ടും ശാലിനിന്നും പറഞ്ഞ് സുസ്മിത പിടിച്ചു നിർത്തുകയാണ്. തുടർന്ന് ശാലിനി പറയുകയാണ്, നീ അല്ലേ പറഞ്ഞത് സത്യാമ്മയ്ക്ക് എന്നോടൊരു സോഫ്റ്റ് കോർണർ ഉണ്ടെന്ന്, അത് ഞാൻ ഒന്നുകൂടി പ്രയോജനപ്പെടുത്താൻ പറ്റുമോ എന്ന് നോക്കട്ടെ, ഞാൻ തന്നെ പറയാമെന്ന് വീണ്ടും ശാലിനി പറയുകയാണ്. തുടർന്ന് ശാലിനി ഫോണുമായിട്ട് താഴേക്ക് ഇറങ്ങി വരികയാണ്. അന്നേരം ശാലിനി ഞാൻ പറയുന്നത് ഒന്ന് കേൾക്ക് പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് സുസ്മിത വരുന്നുണ്ട് പുറകെ. അന്നേരം രാഘവൻ നായർ ചോദിക്കുന്നുണ്ട് ശാലിനിയോട് താഴെ എത്തുമ്പോൾ എന്താ മോളെ എന്ന്. അന്നേരം സത്യാമ്മയെന്ന് വിളിച്ചുകൊണ്ടാണ് ശാലിനി വരുന്നത്. വീണ്ടും ശാലിനിയെ പിടിച്ചു നിർത്തുകയാണ്, വേണ്ട ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് സുസ്മിത. ഈ സമയത്ത് എന്താ ഇവിടെ ബഹളം എന്നും പറഞ്ഞ് റൂമിൽ നിന്നും സത്യാമ്മ ഹാളിലേക്ക് വരുന്നുണ്ട്. തുടർന്ന് സുസ്മിതയെ മുന്നോട്ട് പിടിച്ചു നിർത്തിയിട്ട് ശാലിനി പറയുകയാണ്, ഇവള് ചെയ്യുന്ന എല്ലാ തെറ്റുകൾക്കും ഞാൻ എന്തു പറഞ്ഞാലും സത്യാമ്മ ഇതുവരെ സമ്മതിച്ച് തന്നിട്ടില്ല. പക്ഷേ തെളിവുകൾ ഇതുവരെ ഞാൻ സൂക്ഷിച്ചു വച്ചിട്ടുമില്ല. പക്ഷേ ഇന്ന് തെളിവോടുകൂടിയാണ് ഞാൻ വന്നിരിക്കുന്നത്, ദാ കാണുമെന്നും പറഞ്ഞ് മൊബൈലിൽ ആ വീഡിയോ സത്യഭാമയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ് ശാലിനി. വീഡിയോ കണ്ട് ഒന്നും മനസ്സിലാകാതെ സുസ്മിതയെ നോക്കുകയാണ് ഭാമ, ഒപ്പം രാഘവേട്ടനെയും. അതേസമയം വിഷ്ണു അവിടേക്ക് വന്ന് അമ്മയെ നോക്കട്ടെ എന്നും പറഞ്ഞ് ആ ഫോൺ വാങ്ങി വീഡിയോ നോക്കുന്നുണ്ട്. അന്നേരം ശാലിനി പറയുകയാണ്, പ്രീതിയെ ഞാൻ ചെക്കപ്പിന് വേണ്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാണ് ഇവളെ ചൊടിപ്പിച്ചത്, അതിനാണ് ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയതെന്നും ശാലിനി പറയുന്നുണ്ട്. തുടർന്ന് ദേഷ്യത്തോടു കൂടി സുസ്മിതയെന്ന് വിളിക്കുകയാണ് സത്യഭാമ. അന്നേരം ആൻറ്റി അങ്ങനെയൊന്നും അല്ല എന്ന് സുസ്മിത പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ഈ കണ്ടതൊക്കെ എന്താണ്, ശാലിനിയെ കുറിച്ച് നീ പറഞ്ഞ ഏഷണികളൊക്കെ ഞാൻ വിശ്വസിച്ചു, പക്ഷേ ഇപ്പോൾ പ്രീതിയെ അവൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് നിനക്ക് കുറ്റമായോ? തുടർന്ന് അന്നേരം ഉത്തരമില്ലാതെ അങ്ങ് തലകുനിച്ച് സുസ്മിത നിൽക്കുകയാണ്. അന്നേരം ഇനി ഇതൊന്നും എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല, ഇറങ്ങിക്കോ എൻ്റെ വീട്ടിൽ നിന്ന് എന്ന് സുസ്മിതയോട് ഭാമ പറയുന്നുണ്ട്. അന്നേരം ഇത്രയും ഒരു ചെറിയ തെറ്റിന് ഇത്രയും വലിയ ശിക്ഷയോ എന്ന് സുസ്മിത ചോദിക്കുകയാണ്. അന്നേരം ചെറിയ തെറ്റോ, പ്രീതി എൻ്റെ മകളാണ്, അവളുടെ കുഞ്ഞിനെ ഞാൻ കൊല്ലും എന്ന് വിശ്വസിച്ചവളാണ് അവള്. ആ കുഞ്ഞിൻ്റെ ചെക്കപ്പിന് വേണ്ടിയാണ് ശാലിനി പ്രീതിയെയും കൂട്ടി ഹോസ്പിറ്റലിൽ പോയത്. അപ്പോൾ നിനക്ക് എല്ലിൻ്റെ ഇടയിൽ കുത്തുന്നു അല്ലേ? അത്രയും പറഞ്ഞ് സുസ്മിതയെ കവാലം നോക്കി ഒരു അടി കൊടുക്കുകയാണ് സത്യഭാമ. അന്നേരം അതുകൊണ്ടങ്ങ് വാ വിളിച്ച് ശാലിനിയും വിഷ്ണു നിൽക്കുകയാണ്. തുടർന്ന് ഇറങ്ങടി, ഇങ്ങോട്ട് വാന്നും പറഞ്ഞ് സുസ്മിതയെ പിടിച്ച് വലിച്ച് ഉമ്മറത്തേക്ക് കൊണ്ടുവന്നിട്ട് സിറ്റൗട്ടിൽ നിന്നുകൊണ്ട് തന്നെ മുറ്റത്തേക്ക് അങ്ങ് തള്ളുന്നുണ്ട്
സത്യഭാമ. എന്നിട്ട് ഇനി എൻ്റെ മുമ്പിൽ വന്നു പോകരുത്, കണ്ടുപോകരുത് എന്ന് ദേഷ്യത്തോടെ പറഞ്ഞിട്ട് ഭാമയങ്ങ് അകത്തേക്ക് കയറി പോവുകയാണ്. ഇപ്പോൾ ഇത്രയും നേരം കാണിച്ച ഈ സംഭവങ്ങളൊക്കെ ഓർത്ത് സുസ്മിത അന്നേരവും മുകളിൽ ശാലിനിയുടെ മുമ്പിൽ തന്നെ നിൽക്കുകയാണ്. അന്നേരം വിരൽ ഞൊടിച്ച് സുസ്മിതയെ ശാലിനി വിളിക്കുന്നുണ്ട്. എന്താടി, നിനക്ക് പുറത്തു പോകണമോ? ഈ ഷോർട്ട് ഫിലിമിലെ നിന്റെ അഭിനയം കണ്ട് സത്യാമ്മയ്ക്ക് എന്ത് തോന്നും, എന്തൊക്കെയാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്, നിനക്ക് പുറത്തു പോകണോ എന്നൊക്കെ ശാലിനി സുസ്മിതയോട് ചോദിക്കുന്നുണ്ട്. ഞാനിത് ആൻറ്റിയെ കാണിക്കണോ വേണ്ടെന്നൊക്കെ നീ വേണം തീരുമാനിക്കാനെന്ന് ശാലിനി പറയുന്നുണ്ട്. അന്നേരം വേണ്ട ശാലിനി, കാണിക്കണ്ട എന്നൊക്കെ അങ്ങ് സങ്കടം അഭിനയിച്ച് പറയുന്നുണ്ടെങ്കിലും അതേസമയം ശാലിനിയുടെ കയ്യിലിരിക്കുന്ന ഫോൺ തട്ടിപ്പറിക്കാൻ ശ്രമിക്കുന്നുണ്ട് സുസ്മിത. പക്ഷേ സുസ്മിത അത് പിടിക്കാനായിട്ട് വരുമ്പോഴേക്കും ശാലിനി ബേക്കിലോട്ട് മാറുകയാണ്. തുടർന്ന് ശാലിനി ചോദിക്കുകയാണ്, ഇത് ഞാൻ സത്യാമ്മയെ കാണിക്കുന്നില്ല, പകരം എനിക്കെന്താ ഗുണമെന്ന്? ഞാൻ ഈ വീഡിയോ സത്യാമ്മയെ കാണിച്ചാൽ നിന്നെ കൊണ്ടുള്ള തലവേദന എനിക്ക് എന്നേക്കുമായി ഒഴിഞ്ഞു കിട്ടുമെന്ന്. അന്നേരം വേണ്ട ശാലിനി, കാണിക്കണ്ട, ഞാൻ വേണമെങ്കിൽ നിന്നെ കാല് പിടിക്കാമെന്ന് സുസ്മിത പറയുകയാണ്. അന്നേരം കാല് പിടിച്ചത് കൊണ്ട് എനിക്ക് എന്താടി മെച്ചമെന്ന് ശാലിനി ചോദിക്കുകയാണ്. തുടർന്ന് സുസ്മിത ചോദിക്കുകയാണ്, പിന്നെ നിനക്കെന്താ വേണ്ടതെന്ന്? നീ വാരി വലിച്ചിട്ട ഡ്രസ്സ് മുഴുവൻ വാഷ് ചെയ്ത് അയൺ ചെയ്ത് വെക്കണമെന്ന് ശാലിനി പറയുന്നുണ്ട്. അന്നേരം ഇത് മുഴുവനും ഒന്ന് കണ്ണു തള്ളി സുസ്മിത ചോദിക്കുകയാണ്. അന്നേരം സുസ്മിതയുടെ കൈ പിടിച്ചിട്ട് ശാലിനി പറയുന്നുണ്ട്, ഇത് മുഴുവനും വലിച്ചു വാരി പുറത്തേക്ക് ഇടുമ്പോൾ നിന്റെ കൈക്ക് ഒരു ബലക്കുറവും കണ്ടില്ലല്ലോ, ഞാൻ പറഞ്ഞതുപോലെ അങ്ങ് ചെയ്താൽ മതി എന്ന് ശാലിനി സുസ്മിതയോട് പറയുകയാണ്. നിനക്ക് എനിക്കൊരു പണിഷ്മെൻറ്റ് തന്നാൽ മതി എന്നുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ 1 or 2 എന്ന് സുസ്മിത പറഞ്ഞ് നിർത്തുമ്പോഴേക്കും സത്യാമ്മയെന്ന് വിളിച്ചുകൊണ്ട് ശാലിനി താഴേക്ക് പോകാൻ തുടങ്ങുന്നുണ്ട്. അന്നേരം വേണ്ട, ഞാൻ ഇതെല്ലാം ചെയ്തോളാമെന്ന് സുസ്മിത പറയുകയാണ്. എങ്കിൽ പിന്നെ വേഗമാകട്ടെ എന്ന് ശാലിനിയും പറയുന്നുണ്ട്. അന്നേരം സുസ്മിത തറയിലിരുന്ന് ശാലിനിയുടെ ഡ്രസ്സുകൾ ഓരോന്നോരോന്നായി എടുക്കുകയാണ്. അന്നേരം ദേ അവിടെ കിടക്കുന്നു, ഇവിടെ കിടക്കുന്നു, എല്ലാം എടുക്ക് എന്നൊക്കെ പറഞ്ഞ് ശാലിനി ഭയങ്കര കൊട്ടേഷൻ വിടുന്നുണ്ട്. സുസ്മിത ഡ്രസ്സൊക്കെ തറയിൽ നിന്നും കളക്ട് ചെയ്യുമ്പോഴേക്കും ശാലിനി പറയുന്നുണ്ട്, കറക്റ്റ് 1 മിനിറ്റ് കഴിയുമ്പോഴേക്കും നീ വെളിയിലേക്ക് വലിച്ചു വാരിയിട്ട ഏതെങ്കിലും ഒരു ഡ്രസ്സ് ഈ റൂമിനകത്തോ പുറത്തോ ഞാൻ എവിടെയെങ്കിലും കണ്ടാൽ ഈ വീഡിയോ സത്യാമ്മ കണ്ടിരിക്കുമെന്ന്. അന്നേരം വേണ്ടാന്ന് പറഞ്ഞിട്ട് എല്ലാം വാരി എടുക്കുകയാണ് സുസ്മിത. തുടർന്ന് എല്ലാമൊക്കെ പെറുക്കി എടുത്തതിന് ശേഷം സുസ്മിത പോകാൻ തുടങ്ങുന്നുണ്ട്. അന്നേരം വീണ്ടും വിരൽ ഞൊടിക്കുകയാണ് ശാലിനി. എന്താ 1 മിനിറ്റ് കഴിഞ്ഞോന്നും പറഞ്ഞ് സുസ്മിത നിൽക്കുന്നുണ്ട്. അല്ല, 2 വ്യവസ്ഥകളുണ്ട്. നീ ഇതൊക്കെ വാഷ് ചെയ്യാനായിട്ട് വാഷിംഗ് മെഷീൻ ഉപയോഗിക്കാൻ പാടില്ല, നീ തന്നെയാണ് വാഷിംഗ് മെഷീൻ എന്ന് ശാലിനി പറയുകയാണ്. അന്നേരം അത് പിന്നെയെന്നും പറഞ്ഞ് സുസ്മിത നിൽക്കുന്നുണ്ട്. അന്നേരം വീണ്ടും സത്യാമ്മയെന്ന് ഉറക്കെ വിളിക്കുകയാണ് ശാലിനി. അന്നേരം ശാലിനിയുടെ വാ പൊത്തി പിടിക്കുന്നുണ്ട് സുസ്മിത. വേണ്ട ശാലിനി, ഞാൻ തന്നെയാണ് വാഷിംഗ് മെഷീൻ എന്ന് സുസ്മിത അങ്ങനെ നിന്ന് സമ്മതിക്കുന്നുണ്ട്. തുടർന്ന് രണ്ടാമത്തെ വ്യവസ്ഥ എന്താണെന്ന് ചോദിക്കുകയാണ്. നിന്റെ ഈ ദേഷ്യം ഈ തുണികളോടും സാരികളോടും ഒന്നും കാണിക്കരുത്. ഇതിൽ ഏതെങ്കിലും ഒന്നിന്റെ നൂല് പൊട്ടിയാൽ നീ വിവരം അറിയുമെന്ന് വിരൽ ചൂണ്ടി ശാലിനി പറയുന്നുണ്ട്. അന്നേരം ശാലിനിയുടെ ദേഷ്യം കണ്ട് മനസ്സിലായി എന്ന് സുസ്മിത തലകുലുക്കി സമ്മതിക്കുകയാണ്. എങ്കിൽ പോ എന്ന് കൈകൊണ്ട് ശാലിനി ഇങ്ങനെ ആംഗ്യം കാണിക്കുന്നുണ്ട്. ആ വീഡിയോ ശാലിനിയുടെ കയ്യിലുള്ളത് കാരണം മനസ്സോടെ ദേഷ്യമൊക്കെ കടിച്ചമർത്തി ശാലിനിയെ അനുസരിക്കുകയാണ് സുസ്മിത. തുടർന്ന് സുസ്മിത ദേഷ്യത്തോടു കൂടിയാണ് തുണി അലക്കുന്നത്. സോപ്പിടുന്നതും തുണിയെടുത്ത് അടിക്കുന്നതുമൊക്കെ വളരെ സ്പീഡിനും ദേഷ്യത്തോടും ഒക്കെ ചെയ്യുന്നുണ്ട്. അന്നേരം ഇതൊക്കെ മുകളിൽ നിന്ന് ശാലിനി കാണുന്നുണ്ട്. പെട്ടെന്ന് സുസ്മിത തിരിഞ്ഞു നോക്കുമ്പോൾ ശാലിനി മുകളിൽ നിന്ന് കാണുന്നതായിട്ട് കാണുകയാണ്. അന്നേരം പിന്നെ പതുക്കെ തുണിയിലൊക്കെ സോപ്പിടുകയാണ് സുസ്മിത. പിന്നീട് സുസ്മിത അങ്ങ് തിരിഞ്ഞു നോക്കുമ്പോൾ ശാലിനിയെ കാണുന്നില്ല. അന്നേരം ദേഷ്യത്തോടു കൂടി പല്ലൊക്കെ കടിച്ചമർത്തി തുണിയൊക്കെ അവിടെ ഇട്ടിട്ട് സുസ്മിത അങ്ങ് നിൽക്കുകയാണ്. തുടർന്ന് കാണിക്കുന്നത് വിഷ്ണുവിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് റെഡിയാവുകയാണ് ശാലിനി. വിഷ്ണുവിൻ്റെ കൈലി, ഷർട്ട്, പിന്നെ മാല, വാച്ച്, ഗ്ലാസ്സൊക്കെ ഇട്ട് കൈലിയൊക്കെ അങ്ങ് മടക്കി കുത്തി ശാലിനി കണ്ണാടിയുടെ മുമ്പിലേക്ക് നോക്കുന്നുണ്ട്. തുടർന്നൊരു തമിഴ് പാട്ടിനൊത്ത് നന്നായിട്ടങ്ങ് ഡാൻസ് കളിക്കുകയാണ് റൂമിൽ കിടന്ന് ശാലിനി. ഈ സമയത്താണ് വിഷ്ണു താഴെ നിന്ന് മുകളിലേക്ക് കയറി വരുന്ന വിഷ്ണു തനിയെ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. അമ്മയ്ക്ക് ചെറിയ ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്, ഇനി കിടപ്പ് കൂടി മാറ്റി കിട്ടിയാൽ മതി, കിടപ്പ് അവകാശം കൊടുക്കാൻ ഞാൻ റെഡിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിഷ്ണു അങ്ങ് റൂമിലേക്ക് വരികയാണ്. അതേസമയമാണ് വിഷ്ണു തൻ്റെ റൂമിൽ നിന്നും തമിഴ് പാട്ട് ശ്രദ്ധിക്കുന്നത്. അന്നേരം ഇത് എവിടെ നിന്നാണ് ഈ പാട്ട്, ഞാൻ ഈ റൂം അടച്ചിട്ടില്ലല്ലോ പോയതെന്നും പറഞ്ഞ് വാതിൽക്കലേക്ക് ചെവി കോർത്ത് വിഷ്ണു നിൽക്കുകയാണ്. ഈ സമയം ശാലിനി ഡാൻസ് കളിച്ചങ്ങ് തകർക്കുകയാണ് അകത്ത്. തുടർന്ന് വിഷ്ണു വാതിൽക്കൽ തന്നെ നിന്നുകൊണ്ട് അതേ ആരെ അകത്ത് കുറ്റിയിട്ടിട്ടുണ്ടോ എന്നൊക്കെ ഉറക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. അന്നേരം പാട്ടിൻ്റെ ഇടയിൽ വിഷ്ണുവിൻ്റെ ശബ്ദം ശാലിനി കേൾക്കുന്നുണ്ട്. പെട്ടെന്ന് മൊബൈലെടുത്ത് പാട്ടൊക്കെ ഓഫ് ചെയ്തിട്ട് കണ്ണിലിരുന്ന ഗ്ലാസ്സൊക്കെ അങ്ങ് കട്ടിലേക്ക് എറിയുകയാണ് ശാലിനി.
അതെ, ഇത് എൻ്റെ റൂമാണ്, വാതിൽ തുറക്കാൻ എന്നൊക്കെ പറഞ്ഞ് ലോക്കിൽ പിടിച്ച് വലിച്ചുകൊണ്ട് വിഷ്ണു ബഹളം വെക്കുന്നുണ്ട്. അന്നേരം പെട്ടെന്ന് മുടിയൊക്കെ നേരെയാക്കിയിട്ട് വിഷ്ണുവിൻ്റെ മാലയൊക്കെ എടുത്ത് ഷർട്ടിനകത്തേക്കിട്ട് ഗ്ലാസ്സൊക്കെ മാറ്റിയിട്ട് പതിയെ ചെന്ന് വാതിൽ തുറക്കുകയാണ് ശാലിനി. വാതിൽ തുറക്കുന്നില്ല. വാതിൽക്കൽ എത്തിയിട്ട് ചെവി കോർത്ത് അത് വിഷ്ണുവിൻ്റെ സംസാരമൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അന്നേരം വിഷ്ണു ഒന്നുകൂടി പുറത്തേക്ക് നോക്കിയിട്ട് ഇത് എൻ്റെ റൂം അല്ലേ, എൻ്റെ റൂം തൻ്റെ ആണല്ലോ, വാതിൽ തുറക്ക്, ഇല്ലെങ്കിൽ ഞാൻ ചവിട്ടിപ്പൊളിക്കും, തുറക്കാൻ എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് വിഷ്ണു അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുകയാണ്. തുടർന്ന് വിഷ്ണുവിനെ ഒന്ന് പറ്റിക്കാൻ വേണ്ടി ശാലിനി വാതിലിലോട് ചേർന്ന് നിന്നിട്ട് യാരത് സൊല്ല് യാരത് എന്ന് ചോദിക്കുകയാണ്. അന്നേരം വിഷ്ണു പെട്ടെന്ന് ലോക്കിൽ നിന്ന് കൈ മാറ്റിയിട്ട് ഇതെന്ത് തമിഴ എന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിനെ കാര്യം മനസ്സിലാകുകയാണ്. ശാലിനിയുടെ സൗണ്ട് പിടികിട്ടുന്നുണ്ട്. അന്നേരം ഞാനൊരു പാവം മലയാളിയാണ്, ഇതാര് തലൈവിയാണോ എന്നൊക്കെ വിഷ്ണു ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്. ഞാൻ താൻ നാഗവല്ലി എന്ന് ശാലിനി പറയുന്നുണ്ട്. അന്നേരം നാഗവല്ലിയോ, എങ്കിൽ ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ താൻ ശങ്കരൻ തമ്പി എന്ന് വിഷ്ണു തിരിച്ച് മറുപടി പറയുകയാണ്. വീണ്ടും കഥക് തുറ ഞാൻ ശങ്കരൻ തമ്പി എന്ന് പറഞ്ഞില്ലേന്നും പറഞ്ഞ് ലോക്കിൽ പിടിച്ച് വലിക്കുകയാണ് വിഷ്ണു. അന്നേരം പതിയെ ശാലിനി ലോക്ക് മാറ്റിയിട്ട് കുറ്റിയെടുത്തിട്ട് പകുതി ശകലം ഡോർ തുറന്നിട്ട് തല മാത്രം പുറത്തേക്കിട്ടിട്ട് എന്താന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഞാൻ താൻ ശങ്കരൻ തമ്പി, ഇന്നേക്ക് ദുർഗാഷ്ടമി എന്ന് വിഷ്ണു വാതിൽ നിന്നുകൊണ്ട് പറയുകയാണ്. പക്ഷെ ശാലിനിയുടെ വേഷവിധാനമൊന്നും വിഷ്ണു കാണുന്നില്ല. അതിനെന്നും പറഞ്ഞ് ശാലിനി ചോദിക്കുന്നുണ്ട്. അന്നേരം ഞാൻ എന്ത് ചെയ്യുമെന്ന് കാണിച്ചു തരാം, കതവ് എന്നും പറഞ്ഞ് വിഷ്ണു വാതിൽ തുറക്കാൻ ശ്രമിക്കുന്നുണ്ട്. അന്നേരം അങ്ങ് അടയ്ക്കാൻ ശ്രമിക്കുകയാണ് ശാലിനി. തുടർന്ന് ബലമായിട്ട് വിഷ്ണു അങ്ങ് വാതിൽ തുറക്കുന്നുണ്ട്. അന്നേരം ശാലിനി അങ്ങ് വീഴാൻ തുടങ്ങുമ്പോൾ ശാലിനിയെ പിടിക്കുകയാണ് വിഷ്ണു. അന്നേരം ശാലിനിയുടെ കൈകളിലേക്ക് വീഴുകയാണ് ശാലിനി. വിഷ്ണുവിൻ്റെ കൈകളിലേക്ക് വീഴുകയാണ് ശാലിനി. അന്നേരം കണ്ണിൽ അവർ കുറേ നേരം നോക്കി അങ്ങനെ ആ വീഴ്ചയിൽ നിൽക്കുകയാണ്. ഇത്രയുമാണ് പുതിയ എപ്പിസോഡ്. ഓക്കെ, താങ്ക് യു.